ട്രയൽ റണ്ണിന് സജ്ജമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഈ മാസം തന്നെ ട്രയൽ റൺ ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ആദ്യഘട്ടത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കസ്റ്റംസ് അംഗീകാരം ലഭിച്ചതോടെ തുറമുഖത്തിലൂടെയുള്ള ചരക്ക് നീക്കവും നിയമവിധേയമായി. തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഏതാനും അനുമതികൾ കൂടി ഇനി ലഭിക്കാനുണ്ട്. ഒടുവിൽ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്ത് കണ്ടെയ്നറുകളുമായി കൂറ്റൻ ചരക്കുകപ്പൽ എത്തുകയാണ്. രാജ്യത്തെ തന്നെ ഒരേ ഒരു മദർ പോർട്ടായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രവർത്തനം ഓണത്തോടുകൂടി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി ജൂലൈ ആദ്യവാരം തന്നെ കൂറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ തുറമുഖ യാർഡിലേക്ക് ഇറക്കിയും കയറ്റിയും ട്രയൽ നടത്തും. നിലവിൽ ചരക്ക് കയറ്റാത്ത കണ്ടെയ്നറുകൾ ബാർജിലെത്തിച്ച് തുറമുഖത്ത് സ്ഥാപിച്ച യാർഡ് ക്രെയിനുകളും ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം തുറമുഖത്തെ കസ്റ്റംസ് പോർട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത്. അതിൽ നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ISPS എന്നുള്ള അന്താരാഷ്ട്ര തലത്തിലെ ഒരു ഷിപ്പിംഗ് കോഡ് നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ഥായിയായി നിലനിർത്തുവാനുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഒപ്പം കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. കയറ്റുമതി ഇറക്കുമതി എന്നുള്ളത്, ചരക്കിൻ്റെ കയറ്റുമതി ഇറക്കുമതി ഇതോടുകൂടി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇതിനു പുറമെ ചരക്ക് കപ്പലാണെങ്കിൽ പോലും ആ കപ്പലിൽ വന്നു ചേരുന്ന വ്യക്തികൾക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ടുള്ളൊരു ചെക്ക് പോസ്റ്റ് നമുക്ക് അവിടെ സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയും നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ്. ഇതെല്ലാം തന്നെ ഏകദേശം ഒരു അന്തിമഘട്ടത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും ക്രെയിനുകളാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൽ വിനിയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിന്റെ ഭാഗമായ പുലിമുട്ട്, കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡ്, വൈദ്യുതി യൂണിറ്റുകൾ, പോർട്ട് ആക്സസ് റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. തുറമുഖത്തെ ഡ്രഡ്ജിങ്ങും പൂർത്തിയാക്കി. ചൈനയിൽ നിന്ന് 7 കപ്പലുകളിലായി എത്തിച്ച 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും തുറമുഖത്ത് സ്ഥാപിച്ചു. ഏതാനും അനുമതികൾ കൂടി ലഭിച്ചാൽ തുറമുഖത്തിന് പ്രവർത്തനം ആരംഭിക്കാം. ഭീമൻ മദർഷിപ്പുകൾക്ക് എത്താൻ കഴിയുന്ന രാജ്യത്തെ ഒരേ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. നിലവിൽ കൊളംബോ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ ചെറുകപ്പലുകളിൽ ചരക്കെത്തിച്ച ശേഷമാണ് മദർഷിപ്പുകളിലേക്ക് കയറ്റുന്നത്. എന്നാൽ ഇനി മുതൽ കൊളംബോയിൽ പോകാതെ നേരിട്ട് കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തിൽ ചരക്കെത്തിച്ച് മദർഷിപ്പിലേക്ക് കയറ്റാം. മദർഷിപ്പുകളിൽ നിന്ന് തിരിച്ച് ചെറുകപ്പലുകളിലേക്ക് ചരക്കുകൾ മാറ്റുകയും ചെയ്യാം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അങ്ങനെ രാജ്യത്തിന് അഭിമാനിക്കാൻ ഏറെയുണ്ട്. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.